തവനൂരിൽ VS ജോയ് വളരെ പ്രധാനപ്പെട്ട ട്രെൻഡാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. മാവേലിക്കരയിൽ മുത്താര രാജ് മുന്നിൽ, BS അരുൺകുമാർ തട്ടകത്തിൽ. മാവേലിക്കരയിൽ മുത്താര രാജ് മുന്നിൽ 349 വോട്ടുകൾ കാണുന്നേ മാവേലിക്കരയിൽ. ഇത് രഞ്ജിത്ത്, LDF-ന്റെ മേൽക്കൈകൾ ഒന്നും തന്നെ ഒട്ടും ശക്തമല്ല, ഒട്ടും സേഫായ ഒരു മേൽക്കൈ ആർക്കും നേടാൻ സാധിക്കുന്നില്ല. മന്ത്രി വാസവൻ 3500 വോട്ടുകൾക്ക് പിന്നിൽ. മന്ത്രി വാസവൻ തകരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൊല്ലത്ത് 8 UDF മുന്നേറ്റം എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഇടത് കോട്ടകൾ തകരുന്നു. മന്ത്രി വാസവൻ 3500 വോട്ടുകൾക്ക് മുന്നിൽ. പേരാവൂരിൽ ശൈലജയ്ക്ക് 23 വോട്ടിന് ലീഡ്. ചേലക്കരയിൽ മാത്രം ഇടതുപക്ഷത്തിന്റെ UR പ്രദീപ് 5000-ന് മുകളിൽ വോട്ടുകളുടെ ലീഡാണ്. ചേലക്കരയിൽ ഒരു പക്ഷേ ഫലം വരുമ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. 733 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ പോകുമ്പോൾ പേരാവൂരിൽ 23 വോട്ടിന്റെ ലീഡ് KK ശൈലജ ഈ സമയത്ത് നേടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട. കോഴിക്കോട് സൗത്തിൽ BJP ആണ് മുന്നിൽ. കോഴിക്കോട് സൗത്തിൽ റെനീഷ് ലീഡ് ചെയ്യുകയാണ്. 341 വോട്ടുകൾക്ക് കോഴിക്കോട് സൗത്തിൽ BJP മുന്നേറുന്നു. BJP അവിടെ മുന്നേറുന്നുവെങ്കിൽ തീർച്ചയായും അതും അത്ഭുതകരമായ ഒന്നാം റൗണ്ടിലെ റിസൾട്ട് ആണ്. 341 വോട്ടിന് കോഴിക്കോട് സൗത്തിൽ മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ ലീഡ് പിന്നിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അഷ്റഫ് വ്യക്തമായ ഒരു ലീഡിലേക്ക് എന്ന സൂചനയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. 2000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഈ ഘട്ടത്തിൽ നേടിയിട്ടുള്ളത്. ഇവിടെ ആശ്വസിക്കാൻ ചേലക്കരയുണ്ട്. പക്ഷേ ആ ചേലക്കരയിലെ ലീഡ് കുറയുന്നു എന്നതാണ്. നേരത്തെ 5000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ 2000 വോട്ടുകളിലേക്ക് അത് ചുരുങ്ങി എന്നുള്ളതാണ്. പേരാവൂരിൽ KK ശൈലജ കേവലം 23 വോട്ടുകൾക്ക് മാത്രം ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. വലിയ കാര്യമാണ്. ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫിനേക്കാൾ. അത് വലിയ കാര്യമാണ്. ഒരു മന്ത്രി കൂടി പിന്നിൽ പോയിരിക്കുന്നു. ചേർത്തലയിൽ P പ്രസാദ് പിന്നിൽ. പ്രസാദ് 334 വോട്ടുകൾക്കാണ് ചേർത്തലയിൽ മന്ത്രിമാർ ഒന്നടങ്കം പരാജയപ്പെടുന്നു. കായംകുളത്ത് U പ്രദീപ പിന്നിൽ. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വലുതായി മുന്നിൽ. ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ പിന്നിൽ. PP ചിത്തരഞ്ജൻ പിന്നിൽ. അത് വലിയ വാർത്തയാണ്. ആലപ്പുഴയിൽ വലിയ പോരാട്ടം നടന്ന ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ പിന്നിൽ. ആലപ്പുഴയിലെ മിക്ക മണ്ഡലങ്ങളിലും തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ആലപ്പുഴയിൽ ചെങ്ങന്നൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDF പിന്നിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി പുറത്തു വരികയാണ്. ആലപ്പുഴ തൂത്തുവാരുമോ UDF? തെക്കൻ കേരളത്തിൽ UDF-ന്റെ തേരോട്ടം വീണ്ടും ദൃശ്യമാകുന്നു. 86+1 സീറ്റുകളിലേക്ക് UDF കുതിച്ചെത്തുന്നു. 90-ലേക്ക് അടുക്കുന്നു. എന്തായാലും തെക്കൻ കേരളം മാത്രമല്ല രേണുക, ഒരുപക്ഷെ കേരളം മുഴുവൻ UDF തരംഗം എന്ന നിലയിലേക്ക് എത്തുകയാണ്. തെക്കൻ കേരളം വടക്കൻ കേരളം എന്നതിനെ വിഭജിക്കാൻ പറ്റില്ല. കേരളം മുഴുവൻ പിണറായി വിജയനെതിരെയുള്ള ജനവിധിയാണ്. ഇടത് കോട്ടകൾ പൊളിഞ്ഞതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ തകർച്ച, തിരുവനന്തപുരം ജില്ലയിലെ തകർച്ച എന്നത് കാണേണ്ടതാണെന്ന് കാണാതിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സീറ്റ് മാത്രം നേടി തിരുവനന്തപുരം ഇത്തവണ തൂത്തുവാരാൻ തയ്യാറെടുക്കുകയാണ് ഇടതുപക്ഷം എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. CPM അണികൾ ആഗ്രഹിച്ചിരുന്നത് പിണറായി വിജയനെയാണോ KK ശൈലജയാണോ എന്നുള്ള ചോദ്യം ആദ്യ റൗണ്ടിൽ ഉയരുകയാണ്. ശൈലജ മുന്നിൽ, പിണറായി വിജയൻ പിന്നിൽ. തോൽക്കുവാൻ വേണ്ടി CPM കൊണ്ട് നിർത്തിയ KK ശൈലജ, തോപ്പിക്കുവാൻ നിർത്തിയ KK ശൈലജ മുന്നിട്ട് നിൽക്കുകയാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.